ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ഒത്തിരി താഴ്ചയുടെയും ഉയർച്ചയുടെയും പ്രശ്നങ്ങളുടെയും സങ്കീർണതകളുടെയും ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നാഥൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും തകർന്നു പോകുവാനും ക്ഷീണിച്ചു പോകുവാനും ഇടവരാതെ വണ്ണം താതൻ്റെ കരം നമ്മെ ഉയർത്തുകയും പരിപാലിക്കുകയും ചെയ്യും എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യം. ഉടനെ യേശു അവനോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരട്ടെ എന്ന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. അതെ, താഴുന്ന പത്രോസും കരം പിടിച്ച് ഉയർത്തുന്ന നാഥനും. താഴുന്ന പത്രോസിന് യേശുവിൻ്റെ സാന്നിധ്യം വിടുതലായി മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ സാന്നിധ്യം പലപ്പോഴും നമുക്ക് ആശ്വാസവും വിടുതലും സമാധാനവുമാണ്. യേശു പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തരുന്നു. ഏത് കൊടുങ്കാറ്റുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അതെ, യേശു ഇല്ലാത്ത അവസ്ഥ പലപ്പോഴും നമ്മെ മുക്കിക്കളയുകയും നമ്മുടെ ജീവിതത്തിൽ ആകുലതകളും കഷ്ടങ്ങളും വരുത്തി തീർക്കുകയും ചെയ്യും. എന്നാൽ യേശുവിനോട് ചേർന്ന് നടക്കുവാൻ നാം തീരുമാനിക്കുമ്പോൾ യേശു നമ്മോട് കൂടെയിരിക്കുകയും പ്രതിസന്ധികളിൽ നമ്മെ കരം പിടിച്ച് ഉയർത്തുകയും ചെയ്യും. യേശുവിൽ നാം ആശ്രയിക്കുമ്പോൾ അവിശ്വസനീയമായത് ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മറിച്ച് നമ്മുടെ ദൃഷ്ടി യേശുവിങ്കിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നാം പ്രശ്നങ്ങളുടെ നടുവിൽ താഴുകയും തകർന്നു പോവുകയും ചെയ്യുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിൽ മാത്രം വെച്ചുകൊണ്ട് ജീവിതത്തിൽ ദൈവം ഒരുക്കി തരുന്ന എല്ലാ സാഹചര്യങ്ങളുടെയും നടുവിലും എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിലും നാം മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ അത്ഭുതകരമായി കരം പിടിച്ചുയർത്തുന്ന നാഥൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.